തളിപ്പറമ്പിൽ എം.വി. ഗോവിന്ദന്റെ പിൻഗാമി ആര്? തളിപ്പറമ്പിൽ ഗോവിന്ദന്റെ ഭാര്യ ശ്യാമളയുടെ പേരിനോട് എതിർപ്പ്. നീക്കം ആരെ ഒതുക്കാനാണെന്ന ചോദ്യം. CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദന്റെ സിറ്റിംഗ് സീറ്റായ തളിപ്പറമ്പിൽ പിൻഗാമി ആര് എന്നതിനെ ചൊല്ലി പാർട്ടിയിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. എം.വി. ഗോവിന്ദന്റെ ഭാര്യയും മഹിളാ അസോസിയേഷൻ നേതാവും ആന്തൂർ നഗരസഭയുടെ മുൻ അധ്യക്ഷയുമായ P.K. ശ്യാമളയാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ പട്ടികയിലുണ്ടായിരുന്നത്. എന്നാൽ ഈ പേരിനോട് സെക്രട്ടേറിയറ്റിലെ ഒരു വിഭാഗം വലിയ എതിർപ്പ് യോഗത്തിൽ വച്ച് തന്നെ പ്രകടിപ്പിച്ചു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മുതിർന്ന നേതാക്കളായ A. വിജയരാഘവന്റെയും A.K. ബാലന്റെയും ഭാര്യമാരുടെ പേര് ഉയർന്നപ്പോഴുണ്ടായ വിമർശനത്തെയും ചിലർ ഓർമ്മിപ്പിച്ചു. തളിപ്പറമ്പിലെ മുൻ MLA ജെയിംസ് മാത്യുവിന്റെ ഭാര്യയും മഹിളാ അസോസിയേഷൻ നേതാവുമായ N. സുകന്യയുടെ പേരും ഈ വിവാദങ്ങൾക്കിടയിൽ ഉയർന്നു വന്നു. ഈ വിയോജിപ്പുകളോടെയാണ് പട്ടിക സംസ്ഥാന നേതൃത്വത്തിലേക്ക് പോയത്. അതേസമയം ചില മുതിർന്ന പുരുഷ നേതാക്കളുടെ വഴി തടയാൻ നേതൃത്വത്തിൽ ചിലർ ആസൂത്രണം ചെയ്തതാണ് തളിപ്പറമ്പിന്റെ സ്ത്രീ സംവരണം എന്നതാണ് പുതിയ ആരോപണം. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും പരിഗണിക്കപ്പെട്ടിരുന്ന ഒരു നേതാവിന്റെ വഴിമുടക്കാൻ അന്ന് SFI നേതാവ് V. ശിവദാസന്റെ പേരായിരുന്നു ഉയർന്നു വന്നത്. ഒടുവിൽ തർക്കം തീർക്കാനെന്ന മട്ടിലായിരുന്നു M.V. ഗോവിന്ദനെ മത്സരിപ്പിക്കാനുള്ള തീരുമാനമുണ്ടായത്. അന്നത്തെ ഒത്തുകളിയുടെ അതേ സാഹചര്യമാണ് 2026 തളിപ്പറമ്പിൽ സൃഷ്ടിക്കപ്പെടുന്നതെന്നാണ് ഈ നേതാക്കളെ അനുകൂലിക്കുന്നവരുടെ ആക്ഷേപം. തളിപ്പറമ്പ് എന്തുകൊണ്ട് വനിതകൾക്കായി നേരത്തെ തന്നെ സംവരണം ചെയ്തതുപോലെയുള്ള ചർച്ചകൾ ഉയർന്നു വരാൻ ഇടയായതെന്നാണ് അവരുന്നയിക്കുന്ന പ്രധാന ചോദ്യം. വനിതാ നേതാക്കൾക്ക് ഉറപ്പുള്ള പാർട്ടി കോട്ടകളായ മണ്ഡലങ്ങൾ വേറെയും ജില്ലയിൽ ഉള്ളപ്പോൾ ഇപ്പോഴത്തെ നീക്കം ചിലരെ ഒതുക്കാനും അതുവഴി വേണ്ടപ്പെട്ടവരെ വാഴിക്കാനുമുള്ള അടവായാണ് അവർ ഇതിനെ കാണുന്നത്. ഏകപക്ഷീയമായി നേതാക്കളുടെ ബന്ധുക്കൾക്കായി മണ്ഡലം കൈമാറുന്നതാണ് ഒരു വിഭാഗത്തിന്റെ എതിർപ്പിന്റെ അടിസ്ഥാനം. പതിറ്റാണ്ടുകളായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പലരെയും നേതൃത്വം കാണാതെ പോവുകയാണെന്നും അവർ കുറ്റപ്പെടുത്തുന്നു. സെക്രട്ടേറിയറ്റ് അത്തരം തീരുമാനവുമായി മുന്നോട്ട് പോകുന്ന പക്ഷം തളിപ്പറമ്പിൽ എതിർപ്പിന്റെ ചില വിസ്മയങ്ങൾ ഉണ്ടാകുമെന്നും അവർ സൂചന നൽകുന്നു. പയ്യന്നൂരിൽ TI മധുസൂദനെതിരെ ഉയർന്ന ആക്ഷേപം നേതൃത്വം ഗൗരവത്തിലെടുക്കാത്തതും തളിപ്പറമ്പിലെ ഈ അസംതൃപ്തർ എടുത്തു കാട്ടുന്നുണ്ട്. ചിലർക്ക് വേണ്ടി എല്ലാം മറന്നുള്ള ഒത്തുകളി നടത്തുന്ന നേതൃത്വത്തിന്റെ നടപടികളോട് വിയോജിപ്പുള്ളവരുടെ കൂട്ടായ്മകൾ പ്രത്യക്ഷ പ്രതിഷേധമായി തന്നെ വൈകാതെ പുറത്തു വരുമെന്നാണ് അവരുടെ പക്ഷം. ക്യാപ്റ്റൻ പിണറായി തന്നെ മുഖ്യമന്ത്രി ആരെന്നത് പിന്നീടെന്ന് MA ബേബി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നയിക്കും. ന്യൂഡൽഹി AKG ഭവനിൽ PB യോഗത്തിന് ശേഷമാണ് MA ബേബി പ്രഖ്യാപനം നടത്തിയത്. നയിക്കുന്ന ആൾ തന്നെ മുഖ്യമന്ത്രിയാകുമോ എന്ന ചോദ്യത്തിന് ജയിച്ച ശേഷം തീരുമാനമെടുക്കുമെന്നായിരുന്നു ബേബിയുടെ മറുപടി. സ്ഥാനാർത്ഥി ചർച്ചകൾ ഉടൻ ആരംഭിക്കും. ആരൊക്കെ മത്സരിക്കുമെന്ന് 4-5 ദിവസത്തിനുള്ളിൽ അറിയാമെന്നും മാർച്ച് ആദ്യവാരം സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരുമെന്നും MA ബേബി പറഞ്ഞു. മുഖ്യമന്ത്രി ആരെന്നത് ഭൂരിപക്ഷം ലഭിച്ചതിന് പിന്നാലെ തീരുമാനിക്കുമെന്നും ബേബി പറഞ്ഞു. പിണറായി വിജയൻ തന്നെ പാർട്ടിയെ നയിക്കണമെന്ന് CPM കേരള ഘടകം കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു. 75 വയസ്സെന്ന പ്രായപരിധിയിൽ പിണറായിക്ക് നേരത്തെ പോളിറ്റ് ബ്യൂറോയിൽ ഇളവ് നൽകിയിരുന്നു. G. സുധാകരന് സീറ്റില്ല. പാലക്കാട് സരൺ തൃപ്പൂണിത്തുറയിൽ സ്വരാജ്. മുൻമന്ത്രി G. സുധാകരൻ ഇത്തവണയും മത്സരിക്കാൻ സാധ്യതയില്ല. സുധാകരനെ മത്സരിപ്പിക്കേണ്ടതല്ലേ എന്ന് CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ പങ്കെടുത്ത ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചോദ്യമുണ്ടായി. സ്ഥാനാർത്ഥി നിർണയത്തിന് മാനദണ്ഡങ്ങളുണ്ടെന്നും അതുപ്രകാരം മാറ്റി നിർത്തിയവരെ പറ്റി ചർച്ച വേണ്ടെന്നുമായിരുന്നു M.V. ഗോവിന്ദന്റെ മറുപടി. ചെങ്ങന്നൂരിൽ സജി ചെറിയാൻ, മാവേലിക്കരയിൽ MS സരൺകുമാർ, അമ്പലപ്പുഴയിൽ H. സലാം, ആലപ്പുഴയിൽ PP ചിത്തരഞ്ജൻ എന്നീ സിറ്റിംഗ് MLA മാരുടെ പേര് വീണ്ടും നിർദ്ദേശിച്ചിട്ടുണ്ട്. ജില്ലാ സെക്രട്ടറി R. നാസറിന്റെ പേര് അരൂരിലേക്കും കായംകുളത്തേക്കും നിർദ്ദേശിച്ചിട്ടുണ്ട്. അരൂരിൽ ദലീമ ജോജോയുടെ പേരുമുണ്ട്. കായംകുളത്ത് U. പ്രതിഭ, KH. ബാബുജൻ എന്നിവരുടെ പേരുകളാണ് നിർദ്ദേശിച്ചത്. എറണാകുളം ജില്ലയിൽ മുൻ മേയർ M. അനിൽകുമാറിനെ തൃപ്പൂണിത്തുറയിലും എറണാകുളത്തും പരിഗണിക്കുന്നു. കോതമംഗലത്ത് ആന്റണി ജോൺ, കൊച്ചിയിൽ KJ. മാക്സി, കളമശ്ശേരിയിൽ മന്ത്രി P. രാജീവ്, കുന്നത്തുനാട്ടിൽ PV. ശ്രീനിജൻ, വൈപ്പിനിൽ KN. ഉണ്ണികൃഷ്ണൻ എന്നീ സിറ്റിംഗ് MLA മാർ സ്ഥാനാർത്ഥികളാകും.